നമസ്തേ. ഞാൻ മലയങ്കിരി പുരുഷോത്തമൻ ജോസ്യൻ. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് തിരുവാതിര നക്ഷത്ര ജാതകരുടെ വിശേഷങ്ങളും ഗുണദോഷങ്ങളുമാണ്. തിരുവാതിര 6ാമത്തെ നക്ഷത്രമാണ്. ഇവർ മിഥുനക്കൂറുകാരാണ്. ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് വളരെ പ്രാധാന്യമാണ് മനുഷ്യർ ദേവനും സങ്കല്പിച്ചിട്ടുള്ളത്. അതായത് ശിവന്റെ നക്ഷത്രം എന്നാണ് അറിയപ്പെടുന്നത്. തിരുവാതിര എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഗാനത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ആട്ടത്തിൻ്റെയും എല്ലാം ഒരു സംഗീത സാഗരം നിറഞ്ഞ ഒരു മനസ്സും ജീവിത രീതിയുമാണ് നമ്മൾ കാണപ്പെടുന്നത്. തിരുവാതിര നക്ഷത്ര ജാതകർ പൊതുവെ സാത്വികരായിരിക്കും. മുൻ ദേഷ്യം കാണുമെങ്കിലും അവരുടെ മനസ്സ് നിഷ്കളങ്കമായിരിക്കും. യാത്രകൾ കൂടുതൽ ചെയ്യുന്നതിൽ ഇഷ്ടപ്പെടുന്നവരാണ്. കുടുംബജീവിതം അവർക്ക് നന്നായിരിക്കും. ശിവന്റെ നക്ഷത്രമായതുകൊണ്ട് വേഗം ദേഷ്യം വരുമെന്ന് ഒരഭിപ്രായമുണ്ട്. ദേഷ്യം വന്നിരുന്നാലും അവരെ നമുക്ക് പിടിച്ചു നിർത്താമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ തിരുവാതിര നക്ഷത്രത്തിന്റെ വേദനക്ഷത്രം തിരുവോണമാകുന്നു. പിന്നെ അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾ കലാകാര ആയിരിക്കും. അതുപോലെ സാഹിത്യ രചനയിൽ താല്പര്യമുള്ളവരായിരിക്കും. സ്നേഹമതികളായിരിക്കും. ധാരാളം എഴുത്തുകാർ, ഗാന വിചാരകന്മാർ, പാട്ടുകാർ, ഇങ്ങനെയുള്ള സമൂഹത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ സഞ്ചരിക്കുന്ന പലരും ഈ തിരുവാതിര നക്ഷത്രക്കാരാണ്. അവർക്ക് സ്ത്രീയായാലും പുരുഷരായാലും ഒരു പ്രത്യേക ദൈവ ചൈതന്യവും ഐശ്വര്യവും ഭാഗ്യവും ഉണ്ടായിരിക്കും. മിഥുനൻ രാശി ബുധന്റെ സ്വാധീനം ഉള്ളത് കൊണ്ട് ഇവർക്ക് പൊതുവെ ജ്ഞാനം, ബുദ്ധി, ശക്തി, കലാവാസന, പഠിത്തം, വലിയ വലിയ ഉദ്യോഗസ്ഥരെല്ലാം തിരുവാതിര നക്ഷത്രത്തിൽ പിറന്നവരായി നാം കാണാറുണ്ട്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് വിദേശങ്ങളിൽ സഞ്ചരിക്കാനും വിദേശ ധനം അനുഭവിക്കാനുള്ള യോഗവും കാണപ്പെടും. ഇവർ കൂടുതലും ഭക്തന്മാരും പ്രത്യേകിച്ച് ശിവനെ പൂജിക്കുന്നവർക്ക് ആത്മശാന്തിയും ഐശ്വര്യവും ഉണ്ടാക്കും. അതുപോലെ തന്നെ സ്വദേശ വിദേശവാസം ഇവർക്ക് കൂടുതൽ അനുഭവിക്കാനുള്ള ഭാഗ്യങ്ങൾ കാണപ്പെടുന്നു. പ്രത്യേകിച്ച് അച്ചടക്കമായ ഒരു ജീവിതം ഇവരിൽ സ്ത്രീ പുരുഷ ഭേദമെന്നേ കാണാൻ സാധിക്കും. ഇത് ഊന്നാളല്ല. ഊന്നാൾ എന്ന് പറയുന്നത് ഉത്രാടം, മൂലം ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളെ പോലെ ഊന്നാളല്ല. അതുകൊണ്ട് വിവാഹ കർമ്മങ്ങൾക്കും മറ്റ് ശുഭകർമ്മങ്ങൾക്കും ഈ നക്ഷത്രം ഉള്ളതല്ല. വീട് പാല് കാച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഈ നക്ഷത്രം എടുക്കേണ്ടതില്ല. ഇവർക്ക് പൊതുവെ പുരുഷനാണെങ്കിൽ 22-21 കാലങ്ങളിൽ ഉദ്യോഗലബ്ധി ലഭിക്കും, പഠന പൂർത്തീകരണവും ലഭിക്കും. സ്ത്രീകൾക്കാണെങ്കിൽ 24 വയസ്സിൽ 23-24 ഈ കാലങ്ങളിൽ ശുദ്ധജാതകമാണെങ്കിലും ചെറിയ പാവത്വം ഉണ്ടെങ്കിലും വിവാഹം നടക്കും. ശേഷം അവർ കുടുംബിനികളായി സ്ഥാനങ്ങൾ മാറിയോ അല്ലെങ്കിൽ സ്വദേശം വിട്ട് വിദേശത്തോ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന പലരും നാം കാണാറുണ്ട്. അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്ര ജാതകർ ജനിക്കുന്നത് സർപ്പദശയിലാണ്. അതായത് സർപ്പദശ 18 കൊല്ലം. സാധാരണ 1-ാം കാല്, 2-ാം കാല്, 3-ാം കാല്, 4-ാം കാല്, 4 കാലുകളുണ്ട്. തുടക്കത്തിലാണെങ്കിൽ സർപ്പദശ കൂടുതൽ കിട്ടും. മധ്യത്തിലാണെങ്കിൽ മധ്യഭാഗം വെച്ച്, അതായത് രാഹു 16 കൊല്ലത്തിൻ്റെ 8 വർഷം എടുക്കാം. അത് കഴിഞ്ഞാൽ വരുന്നത് വ്യാഴദശ. 24 വയസ്സ് വരെ വ്യാഴം, 24-25 ജാതകം കണക്കാക്കി നമുക്ക് നോക്കാം. അത് വ്യാഴം കഴിഞ്ഞാൽ വരുന്നത് ശനി 19 കൊല്ലം. അപ്പം വ്യാഴദശയിൽ അവർക്ക് സുഖമായ ജീവിതവും സന്താന ഐശ്വര്യങ്ങളും കാണപ്പെടും. അത് കഴിഞ്ഞാൽ തുടങ്ങുന്നത് ശനിദശ. പൊതുവെ ഇവർക്ക് ശനിദശ തുടങ്ങിയിരുന്നാലും 32, 33, 35
40 ഈ കാലങ്ങളിൽ ഇവർക്ക് ഉത്തമ ഫലങ്ങൾ ചെയ്യും. ശനി ഇവർക്ക് വലിയ ദോഷമില്ല. ശനിയെ കൂടെ നിയന്ത്രിക്കാനുള്ള ശക്തി മഹാദേവനുണ്ടല്ലോ. അതുകൊണ്ട് ശനി തിരുവാതിര നക്ഷത്രക്കാർക്ക് വലിയ ദോഷമായി കാണുന്നില്ല. ഒരു 40 ഏതാണ്ട് ഒരു 39-40 വയസ്സ് വരെ ശനിദശ കാണും. അത് കഴിഞ്ഞാൽ 17 കൊല്ലം ബുധദശയാണ്. ബുധദശയിൽ ഇവർക്ക് സന്താനങ്ങളെ കൊണ്ട് പഠന നേട്ടങ്ങൾ, അവർക്ക് ഐശ്വര്യം, അവർക്ക് വിവാഹാദി മംഗളകർമ്മങ്ങൾ തുടങ്ങിയ മറ്റ് അനേകമായ കാര്യങ്ങൾ ജാതകർക്ക് നടത്താൻ സാധിക്കും. ചിലപ്പോൾ ചിലവർ പഠിത്തത്തിന് വേണ്ടിയും വിദേശത്ത് പോകാറുണ്ട്. വിദേശത്ത് പോയി കഴിഞ്ഞാൽ സാമ്പത്തിക നേട്ടങ്ങൾ ധാരാളം ഉണ്ടാകും. 40 വയസ്സിന് ശേഷം കൂടുതൽ ഉന്നതിയെ പ്രാപിക്കാം. വാഹനം, വസ്ത്രം, നല്ല ഗ്രഹം, നല്ല സന്താനപുഷ്ടി, ഭാര്യാഭർത്തൃ സൗഖ്യം എന്നിവയെല്ലാം ഈ കാലഘട്ടം 40 വയസ്സ് മുതൽ 17 കൊല്ലം ബുധദശ, 57 വയസ്സ്. അത് കഴിഞ്ഞാൽ 7 കൊല്ലം കേതുദശ. കേതുദശയിൽ അല്പസ്ഥാനമാറ്റങ്ങളും ശാരീരിക പീഡകളും ഉണ്ടായിരിക്കും. പൊതുവെ ഇവർ സർപ്പദശയിലാണല്ലോ ജനിക്കുന്നത്. സർപ്പദശയിൽ ജനിക്കുന്നത് കൊണ്ട് ആദ്യത്തെ 3 കൊല്ലം ബാലപീഡകൾ, ബാലാരിഷ്ടതകൾ, ത്വക്ക് രോഗം മുതലായവയും കുടുംബത്തിന് ചെറിയ അസ്വസ്ഥതകളും ഉണ്ടാക്കും. ഇവർക്ക് കേതുദശ കാലമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേതുദശയിൽ സ്ഥാനമാറ്റങ്ങളും അല്പ രോഗദുരിതങ്ങളും ഉണ്ടാകും. എങ്കിലും സന്താനങ്ങൾക്ക് അഭിവൃദ്ധി, അവരെ കൊണ്ടുള്ള നേട്ടങ്ങളും അവരിൽ നിന്നുള്ള ഭാഗ്യ ഐശ്വര്യങ്ങളും ഇവർക്ക് നേടാം. അത് കഴിഞ്ഞാൽ കേതു കഴിഞ്ഞാൽ ശുക്രൻ 20 കൊല്ലം. അപ്പോഴും ആ ശുക്രൻ 20 കൊല്ലം ജാതകത്തിൽ നല്ല ബലമാണെങ്കിലും അല്ല എങ്കിലും ശുക്രൻ നല്ല ഫലങ്ങൾ ഇവർക്ക് ചെയ്യും. നല്ല ഗ്രഹയോഗം, വാഹനയോഗം, ബന്ധുജന സൗഖ്യം, സൽകീർത്തി, ഭാഗ്യ ഐശ്വര്യങ്ങൾ, കുടുംബസുഖം ഇങ്ങനെയെല്ലാം ലഭിക്കും. ശുക്രനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സർപ്പരാജാവിനെയും ഗണപതി ഭഗവാനെയും യഥാവിധി പൂജിച്ചു കൊള്ളുക. ശുക്രദശ ആകുമ്പോൾ ഏതാണ്ട് പ്രായമാകും. ഇന്നത്തെ കാലഘട്ടത്തിൽ ശുക്രദശ വരെ അവർക്ക് യാതൊരു ദോഷമില്ലാതെ പോകാം. അത് കഴിഞ്ഞാൽ പിന്നെ ആദിത്യൻ, ചന്ദ്രൻ അങ്ങനെ പോകും. അത് നമ്മൾ പ്രതീക്ഷിക്കില്ല. പൊതുവെ ഈ നക്ഷത്രത്തിന് ക്ഷിപ്ര നക്ഷത്രം എന്നും പറയുന്നുണ്ട്. അത് അവർ ദേഷ്യം കാണിച്ചിരുന്നാലും താൽക്കാലികം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ നക്ഷത്രങ്ങളായ 3, 5, 7 ഇവയൊന്നും ശുഭകാര്യങ്ങൾക്ക് പാടില്ല. പൊതുവെ രാഹു ദശയിൽ ജനിക്കുന്നത് കൊണ്ട് ഗോമേതകക്കല്ലും, അത് കഴിഞ്ഞാൽ വേഴദശ ആയതുകൊണ്ട് പുഷ്യരാഗവും, അത് കഴിഞ്ഞാൽ ശനിദശ ആയതുകൊണ്ട് ഇന്ദ്രനീലവും, അത് കഴിഞ്ഞാൽ ബുധദശ ആയതുകൊണ്ട് പച്ചമരതകക്കല്ലും, അത് കഴിഞ്ഞാൽ കേതുദശ ആയതുകൊണ്ട് വൈദൂര്യവും, അത് കഴിഞ്ഞ് ശുക്രദശ ആയതുകൊണ്ട് വൈരക്കല്ലും ധരിക്കാം. പൊതുവെ നവരത്ന മോതിരം ധരിക്കുന്നതും ഉത്തമമാകുന്നു. പിന്നെ ചില കാലഘട്ടങ്ങളിലും ചില സന്ധികളിലും ദോഷങ്ങൾ വന്നു ചേർന്നേക്കാം. ആ സമയത്ത് യഥാവിധി പൂജ നടത്തി ദോഷങ്ങൾ മാറ്റണം. ഈ പറയുന്ന ഇവയെല്ലാം നമുക്ക് ജാതകത്തിൽ ഗ്രഹങ്ങൾ ബലമുണ്ടെങ്കിൽ നല്ല ഫലങ്ങളെയും ചെയ്തു തരും. ചില ഗ്രഹങ്ങൾ മൗഢ്യമോ ദുസ്ഥാനത്ത് നിൽക്കണമെങ്കിൽ ആ ദശാകാലം മോശമായിരിക്കും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുക. പിന്നെ പൊതുവെ ശിവഭജനം, ദേവീ പൂജ, ഗണപതി പൂജ, സർപ്പപൂജ ഇവയെല്ലാം യഥാവിധി നടത്തുകയും കുടുംബദേവത പ്രീതി വരുത്തുകയും ചെയ്തുകൊണ്ട് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ശുഭഫലങ്ങൾ അനുഭവിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഗുണദോഷങ്ങൾ ഞാനിവിടെ നിർത്തുകയാണ്. അടുത്ത നക്ഷത്രത്തിൻ്റെ ഫലം നാളെ നമുക്ക് കാണാം.